സ്നേഹ നമസ്കാരം. നോക്കൂ, ഞാനിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള ആ ഒരു വിഷയം, ഈ വിഷയം ഞാൻ സത്യത്തിൽ ഇതിനെ നെഗ്ലക്ട് ചെയ്തിരിക്കുക, പൂർണ്ണമായിട്ട് തിരസ്കരിച്ചതായിരുന്നു. കാരണം മറ്റൊന്നും കൊണ്ടുമല്ല, ഇത്തരത്തിലൊരു കൊടും ക്രൂരനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾക്ക് പോലും ഈ ക്രൂരതയുടെ ആ നെഗറ്റീവ് ഇമ്പാക്റ്റ്, അതല്ലെങ്കിൽ ദൈവത്തിന്റെ, നമ്മളൊക്കെ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ശാപത്തിന്റെ അംശം നമ്മൾക്ക് കിട്ടുമോ എന്നുള്ളതാണ്. കാരണം ഒരു കുഞ്ഞിനെ, ഒരു ബാലനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ ഒരു നീചൻ, കൊടും ഭീകരൻ, ഇസ്ലാമിക ഭീകരൻ, മാത്രമല്ല മദ്രസ പൊട്ടൻ റഹീം, അബ്ദുൾ റഹീം എന്ന് പറയുന്ന ഒരു കുഞ്ഞിനെ കൊന്ന ക്രൂരനായ കൊലയാളിയെ കുറിച്ച് തന്നെയാണ് നമ്മൾ പറയുന്നത്. 34 കോടി കൊടുത്തുകൊണ്ട് ഇവിടെയുള്ള അന്തം കമ്മികളും ഇസ്ലാമിക ജിഹാദികളും ഈ പറയുന്ന കൊങ്ങികളും ഒക്കെ അതിൽ സംഘ BJP ആളുകളും കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 34 കോടി വിത്തിൻ അവേഴ്സ് പിരിച്ചു കൊടുത്തുകൊണ്ട് ഈ കൊടും ക്രൂരനായിട്ടുള്ള കൊലയാളിയെ രക്ഷിക്കാൻ വേണ്ടി പണം പിരിച്ചു കൊടുത്ത ആ വിഷയം തന്നെയാണ് നമ്മൾ ഇവിടെ പ്രതിപാദിക്കുന്നത്. ഞാൻ ഇത്തരത്തിൽ കൊടും ക്രൂരൻ എന്നൊക്കെ ഇവരെ വിളിക്കുന്നത് എന്തുകൊണ്ടെന്ന് അറിയാമോ? ഇത് എന്റെ കണ്ടെത്തലൊന്നും അല്ല. സൗദി അറേബ്യയിലെ റിയാദ് ജയിലിൽ കിടക്കുന്ന 18 വർഷത്തോളമായി കിടക്കുന്ന ഈ കൊടും ക്രൂരൻ ചെയ്ത കുറ്റം എന്തെന്നുള്ളത് അന്നത്തെ സമയത്ത് അവിടുത്തെ നാഷണൽ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ആ റിപ്പോർട്ടിനെയൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് ഇവിടെ 34 കോടി പിരിച്ചുകൊണ്ട് ആ കൊടും ഭീകരനെ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ വേണ്ടി ഇവിടത്തെ മാധ്യമങ്ങളും അതല്ലെങ്കിൽ ഇസ്ലാമിക ഭീകരന്മാരും ഒക്കെ പ്രവർത്തിച്ചത്. അതിന് പിറകിൽ വലിയൊരു ഗൂഢ ഉദ്ദേശമുള്ള ടീം തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ്. അത് ബോച്ചയടക്കമുള്ള ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ആ ജ്വല്ലറി ഗ്രൂപ്പിന്റെ മുതലാളി അടക്കമുള്ള ആ കോമാളി അടക്കമുള്ള ആളുകൾ, അയാൾക്ക് ഫ്രീ ആയിട്ട് പരസ്യം കിട്ടുമെന്നുള്ളത് കൊണ്ട് തന്നെ അയാളൊക്കെ കാട്ടിക്കൂട്ടിയ കോമാളിത്തരമൊക്കെ കണ്ടുകൊണ്ട് ഇവിടുത്തെ ഹിന്ദുവും ക്രിസ്ത്യാനിയും അടക്കമുള്ള ആളുകൾ ഈ ഇസ്ലാമിക ഭീകരനെ രക്ഷിക്കാൻ കാശ് കൊടുത്തു എന്നുള്ളത് വളരെ മ്ലേച്ഛകരം തന്നെയാണ്, നാണക്കേടിന്റെ പര്യായം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ വിഷയം ഞാൻ എടുക്കാഞ്ഞത്. ഇതിപ്പോൾ എടുക്കാനുള്ള കാരണം എന്തെന്നറിയാമോ? ഈ ജിഹാദിയെ കഴിഞ്ഞ ആഴ്ചയിൽ ഇവന്റെ പെറ്റ ഉമ്മ, ഫാത്തിമ എന്നേറ്റാണ് തോന്നുന്നു അവരുടെ പേര്, ആ ഉമ്മ ഇവനെ കാണാൻ വേണ്ടി ഈ നിയമസഹായ വേദി, അതായത് ഇവന്റെ അവിടുത്തെ നിയമസഹായം മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഏതൊരു കമ്മിറ്റി ഉണ്ട് അത്രേ, ഇവരുടെ സഹായത്തോടു കൂടി ആ ഉമ്മയും ഈ കൊടും ക്രൂരനായിട്ടുള്ള ഈ കൊലയാളിയുടെ, അതും ഒരു കുരുന്നിനെയാണ്, ഒരു കുട്ടിയെയാണ് കൊന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതെങ്ങനെയാ കൊന്നെന്നുള്ളത് അവിടുത്തെ പത്രമാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ അതിന്റെ യാഥാർത്ഥ്യം പറയാം. അത്തരത്തിൽ ഈ ഉമ്മ ഈ കൊടും ക്രൂരനെ കാണാൻ പോകുന്നു. 18 വർഷങ്ങൾക്ക് ശേഷം, 19 വർഷത്തിന്റെ ആ കാലാവധി ആവാനിരിക്കുന്ന ഈ കാലത്ത് ആ ഉമ്മയും ഈ പറയുന്ന ക്രൂരന്റെ ആ ഒരു സഹോദരനും കൂടെ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് ഈ ദുഷ്ടൻ എന്ത് ചെയ്തു എന്നറിയാമോ? ഈ ഉമ്മയെ, തന്റെ പെറ്റുമ്മ, നമ്മൾക്കറിയാം എന്താ പറയാ, നമ്മുടെ അമ്മയായാലും അച്ഛനായാലും മാതാപിതാ ഗുരു ദൈവം എന്നുള്ളതാണ്. മാതാവും പിതാവും കഴിഞ്ഞിട്ടാണ് ഗുരു പോലും വരുന്നത്, ഗുരുവിന് ശേഷമാണ് ദൈവം വരുന്നത് എന്ന് നമ്മൾക്കറിയാം. അത്തരത്തിൽ നമ്മുടെ ആദ്യ സ്ഥാനം മാതാവിനാണ് എന്നിരിക്കെ ഈ മാതാവിനെ കാണാൻ ഇത്രയും കഷ്ടപ്പെട്ട് സൗദിയിലെത്തിയ ഈ കൊടും ദുഷ്ടൻ തയ്യാറായില്ല എന്ന് പറയുമ്പോൾ അവന്റെ മനസ്സിലിരിപ്പ്, കൊടും ക്രൂരതയുടെ ആഴം എത്രത്തോളാണെന്ന് ചിന്തിച്ചു നോക്കൂ. എന്നിട്ട് ഈ ഉമ്മ, ഇല്ല മോനെ ഞാൻ നിന്നെ കാണാതെ പോവില്ല എന്ന് കരഞ്ഞു വിളിച്ച് അവിടെ ആർത്ത ഒരു ആകെ ബഹളം ഉണ്ടാക്കിയ സമയത്ത് അവിടുത്തെ ജയിൽ ഉദ്യോഗസ്ഥന്മാർ പോലും ഈ കൊടും ഭീകരനോട്, ഈ ഇസ്ലാമിക ജിഹാദിയോട് പറഞ്ഞു, എടാ ചെങ്ങാതി പോയി കാണടാ, നിന്റെ ഉമ്മ ഇത്രയും കിലോമീറ്ററുകൾ താണ്ടി കടൽ താണ്ടി വന്നതല്ലേ, ഒന്ന് കണ്ടേച്ച് വാടാ എന്ന് പറഞ്ഞപ്പോൾ ഈ ഡേഷിന്റെ മോൻ എന്ത് പറഞ്ഞെന്നറിയാമോ? എനിക്ക് പോവാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് എന്നുള്ളതാണ് പിന്നെ ആദ്യ സമയത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതിൽ വന്ന വാർത്ത എങ്ങനെയായിരുന്നു എന്നറിയാമോ? ഇവനെ കാണാൻ ചെന്നത്, ഇവന് വേണ്ടി പ്രവർത്തിച്ച വലിയൊരു ലോബി ഉണ്ടല്ലോ, കോടിക്കണക്കിന് രൂപ കള്ളപ്പണം വെളുപ്പിച്ചു കൊടുക്കുന്ന വലിയൊരു ലോബി ഉണ്ട്. ആ ലോബിയുടെ അണ്ടറിലല്ലത്രേ ഈ പറയുന്ന ഈ ഉമ്മ ഇവനെ കാണാൻ ചെന്നത്. അതുകൊണ്ട് തന്നെ ആ ലോബി ഇവനെ ഭീഷണിപ്പെടുത്തി എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. ഇനി മറ്റൊരു വിഭാഗം പറയുന്നത് ഈ കൊടും ക്രിമിനലിന് ഉമ്മയെന്നോ അതല്ലെങ്കിൽ ഉപ്പയെന്നോ പെങ്ങളെന്നോ ഒരു തരംതിരിവുമില്ലാത്ത കൊടും ഭീകരൻ മദ്രസ പൊട്ടനാണ്, അതുകൊണ്ടാണ് അവൻ കാണാൻ ചെല്ലാത്തത് എന്ന് മറ്റൊരു കൂട്ടർ പറഞ്ഞു. ഇതുകൊണ്ട് തന്നെ ഞാൻ ഈ വാർത്ത ചെയ്യണ്ട എന്ന് വെച്ചതായിരുന്നു. പക്ഷെ ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ മണിക്കൂറിലൊക്കെ ഒരുപാട് ഓൺലൈൻ ചാനലുകാരൊക്കെ ഇവനെ മാർപ്പാപ്പ പട്ടം നൽകി, അതല്ലെങ്കിൽ വെള്ളരിപ്രാവിന്റെ പട്ടം നൽകിക്കൊണ്ട് ഇവൻ ഉമ്മാനെ കാണാതിരുന്നത് ഇതുകൊണ്ടൊന്നും അല്ല എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട്. അവർ സ്ഥാപിക്കാൻ നോക്കുന്ന ന്യായീകരണം എന്തെന്നറിയാമോ? ആദ്യം ഇവർ സ്ഥാപിക്കാൻ നോക്കി, ജയിൽ വസ്ത്രത്തിൽ ഉമ്മയെ പോയി കണ്ടു കഴിഞ്ഞാൽ ഉമ്മയ്ക്ക് വിഷമമാവും എന്ന് കരുതിയിട്ടാണ് അത്ര ഈ കൊടും ക്രിമിനൽ ഉമ്മയെ കാണാൻ പോവാഞ്ഞത് എന്ന് പറഞ്ഞു. നോക്കൂ, ഏതൊരു തടവിൽ കിടക്കുന്ന ആളാണെങ്കിൽ
ആണെങ്കിലും ഇത്രയും വർഷം 18-19 വർഷം കിടന്ന അവന് നാട്ടിൽ നിന്ന് അവന്റെ ഉമ്മ കാണാൻ വരുന്നു എന്ന് പറയുമ്പോൾ ഒരിക്കലും ജയിൽ വസ്ത്രത്തിന്റെ പേരിലോ ഇനി എന്തിന്റെ പേരിലോ കാണാതിരിക്കുക എങ്ങനെയെന്നറിയാമോ? ഈ മതം തിന്ന് ഇവന്റെ വിശുദ്ധ കിതാബ് പുസ്തകം പഠിച്ച് ഭ്രാന്തായിട്ടുള്ള വർഗീയ കോമരമായിട്ടുള്ള ആ ക്രിമിനൽ ഉണ്ടല്ലോ, അവന് ചിലപ്പോൾ കാണാൻ പറ്റില്ല. അത് തന്നെയാണ് അവിടെ സംഭവിച്ചത്. അങ്ങനെ ഒരു ന്യായം പറഞ്ഞു നോക്കി, പക്ഷേ ആ ന്യായം ഇവന് നിയമസഹായം നൽകുന്ന അവിടുത്തെ ഒരുപാട് ആളുകളുണ്ട്. കാരണം ഇവന്റെ ഈ ആ ഒരു ക്രൂരത, യഥാർത്ഥത്തിലുള്ള ക്രൂരത മനസ്സിലാവാത്ത ആളുകൾ പറഞ്ഞു അതുകൊണ്ടൊന്നും അല്ല ഇവൻ കാണാത്തത്, ഇവൻ ഇത്രയ്ക്കും ക്രൂരനാണ് എന്ന് ഞങ്ങൾ പോലും തിരിച്ചറിയുന്നു, ഞങ്ങൾ ലജ്ജിക്കുന്നു, ഇവനെ രക്ഷിക്കാൻ വേണ്ടിയാണല്ലോ ഞങ്ങൾ ഇത്ര കഷ്ടപ്പെടുന്നത് എന്ന രീതിയിൽ അവർ ചിന്തിച്ചു പോകുന്നു. അത്തരത്തിൽ അത് ആ കള്ളം പൊളിഞ്ഞു. അതായത് ഉമ്മയെ ജയിൽ വസ്ത്രത്തിൽ കാണാൻ അത് പാടില്ലാത്തത് കൊണ്ടാണ് കാണാഞ്ഞത്. പിന്നെ അടുത്ത ന്യായീകരണം വന്നത് എങ്ങനെയെന്ന് അറിയാമോ? 34 കോടിക്ക് മുകളിൽ 30 ലക്ഷം രൂപയോളം എക്സ്ട്രാ കിട്ടിയത്രേ. ഈ എക്സ്ട്രാ കിട്ടിയ പണം ഉപയോഗിച്ചാണ് ഈ ഉമ്മ കാണാൻ വന്നത്. അത് എനിക്ക് ഹലാലായ പണമല്ല, അത് യഥാർത്ഥത്തിലുള്ള പണമല്ല, അത് തിരിച്ചു കൊടുക്കണം, തന്നവർക്ക് തിരിച്ചു കൊടുക്കണം. ആർക്കാ ഇവൻ തിരിച്ചു കൊടുക്കാം? ആലോചിച്ച് നോക്കുക. ഈ ജിഹാദികൾ ഒരു കൊടും ക്രിമിനലിനെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന പച്ച നുണകൾ എത്രത്തോളം ആണ് എന്ന് നിങ്ങൾ കാണുന്നില്ലേ? അത്തരത്തിൽ ഈ ജയിലിൽ കിടക്കുന്ന ഈ കൊടും ക്രിമിനൽ എങ്ങനെയാണ് അറിയുന്നത് 34 കോടിയാണ്, 64 കോടിയാണ്, 1000 കോടിയാണോ, എത്ര കോടിയാണ് ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ വന്നത് എന്ന് ഈ പണം കൊടുത്ത ഏതെങ്കിലും ഒരാൾക്ക് അറിയാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ലെന്നേ. ലോകത്താകമാനമുള്ള മലയാളികളെയും മറ്റു ഭാഷക്കാരെയൊക്കെ പറ്റിച്ചുകൊണ്ട് എത്രയോ വലിയ കോടി പിരിച്ചിരിക്കുന്നു. എന്തിനാണ് ഈ കോടി പിരിച്ചിട്ടുണ്ടാവുക? അവിടെയാണ് നമ്മൾ കേരളം എന്ന് പറയുന്ന ഈ നാട് ഇസ്ലാമിക കൊടും ഭീകരന്മാരുടെ ഹെഡ് ഓഫീസായി മാറിയതും ഈ നാടിനെ നശിപ്പിക്കാൻ വേണ്ടി, നമ്മുടെ ഭാരതം എന്ന് പറയുന്ന എന്റെ പെറ്റ നാടിനെ നശിപ്പിക്കാൻ വേണ്ടി ഇസ്ലാമിക ഭീകരർക്ക് കോടിക്കണക്കിന് രൂപ ഇവിടേക്ക് എത്തിക്കുന്നത് എങ്ങനെയെന്നുള്ളതും അതിന്റെയൊക്കെ വഴികൾ അന്വേഷിക്കുമ്പോഴാണ് ഇവന് വേണ്ടി പിരിച്ച പണത്തിൽ എത്ര കോടി കിട്ടി എന്നുള്ളതും ആ ബാക്കി പണം എവിടേക്ക് പോയി എന്നുള്ളതും അത് എന്തിനാണ് എന്നുള്ളതും ചിന്തിക്കേണ്ടത്. ആ കോടികൾ തന്നെയാണ് ഇവിടെ മലദ്വാർ ഗോൾഡ് ആയിട്ടും ഉമ്മറത്തും പിന്നാമ്പുറത്തൊക്കെ സ്വർണം തിരികെ കയറ്റി കൊണ്ടുവരുന്നുണ്ടല്ലോ ഞമ്മന്റെ ഹലാലായിട്ടുള്ള ഈ സ്ത്രീ ജനങ്ങൾ, മുസ്ലിം സ്ത്രീകൾ. ആ സ്ത്രീകൾ കൊണ്ടുവരുന്ന സ്വർണം അവിടെ പർച്ചേസ് ചെയ്യുക, അത് നികുതി അടയ്ക്കാതെ ഇവിടെ ഉമ്മറത്തും പിന്നാമ്പുറത്തൊക്കെ കുത്തി നിറച്ചുകൊണ്ട് കൊണ്ടുവരിക. ആ പണം എന്തിനാ ഉപയോഗിക്കുന്നത്? ആ പണമാണ് മക്കളെ ഇവിടത്തെ ഇസ്ലാമിക കൊടും തീവ്രവാദത്തിന് ഉപയോഗിക്കുന്നത്. പിന്നെ മറ്റൊന്നാണ് മയക്കുമരുന്നിലൂടെ കിട്ടുന്ന ആ പണം. ഇതൊക്കെ ഇവർക്ക് ഹലാലാണ്. കാരണം എന്താ? ഇവിടത്തെ അന്യനായിട്ടുള്ള ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും നാശം, അതാണല്ലോ ഇവന്മാരുടെ ആ ഒരു ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. അതിലൂടെ ഇത് സ്വർഗരാജ്യമാക്കാൻ വേണ്ടി നമ്മുടെ ശരിയ നിയമമാക്കണം. ഇവിടെ ഏതാ ശരിയ നിയമം? ഇറാനിൽ കണ്ടില്ലേ, ഒരു തലമുടിയുടെ നാര് പുറത്ത് കണ്ടപ്പോൾ ഒരു പെണ്ണിനെ കെട്ടിത്തൂക്കി നാനാ കഷ്ണങ്ങളായി വെട്ടിനുറുക്കിയ ഇറാൻ എന്ന് പറയുന്ന കൊടുംഭീകര മുസ്ലിം രാജ്യം എന്ന് തന്നെ പറയേണ്ടതുണ്ട്. ശരിയ നിയമപ്രകാരം പ്രവർത്തിക്കുന്ന അഫ്ഗാനിസ്ഥാനെ നമ്മൾക്കറിയാം, ശരിയ നിയമപ്രകാരം പ്രവർത്തിക്കുന്ന പാകിസ്ഥാനെ നമ്മൾക്കറിയാം. അവിടെയൊക്കെ ആ നടക്കുന്ന ഭരണമുണ്ടല്ലോ, ആ സ്വർഗഭരണമാണ് ഞമ്മന്റെ ഈ പറയുന്ന കുക്കുംബർ പറഞ്ഞിട്ടുള്ള ഭരണം. ആ ഭരണമാണ് ഇവിടെ വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇവിടേക്ക് കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണ കള്ളക്കടത്ത് നടത്തിക്കൊണ്ടും മയക്കുമരുന്ന് കള്ളക്കടത്ത് നടത്തിക്കൊണ്ടും ഇവിടെ ഈ രാജ്യത്തിന്റെ സാമ്പത്തിക നില നശിപ്പിക്കുക, അതിലൂടെ ഭരണം പിടിച്ചടക്കുക, ഇവിടുത്തെ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയും വില കൊടുത്ത് വാങ്ങാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ ഇസ്ലാമുകളുടെ കയ്യിലേക്ക് എത്തുക. അങ്ങനെ ഈ കൊടും ക്രൂരനായിട്ടുള്ള ഈ മകനെ കാണാൻ ഈ ഉമ്മ ചെന്നപ്പോൾ ഒരു പക്ഷെ ഇതൊക്കെ കണ്ടപ്പോൾ ആ ഉമ്മയുടെ മനസ്സ് പറഞ്ഞിട്ടുണ്ടായിരിക്കും എന്തെന്നറിയാമോ? ഈ കൊടും ക്രൂരൻ കൊല്ലപ്പെടേണ്ടവനാണ്, തൂക്കിലേറ്റപ്പെടേണ്ടവൻ തന്നെയാണ്, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് അതിൽ നിന്ന് രക്ഷപ്പെടേണ്ടവനല്ല. അത് അവൻ വധശിക്ഷയ്ക്ക് ഏറ്റവും ക്രൂരമായിട്ടുള്ള ശിക്ഷാരീതിയിലൂടെ തന്നെ കൊല്ലപ്പെടേണ്ടവനാണ് എന്ന് ഏതെങ്കിലും നിമിഷത്തെ ആ ഉമ്മയ്ക്ക് തോന്നിയിട്ടുണ്ടാവും എന്നതാണ് യാഥാർത്ഥ്യം. ഇനി ഈ ക്രൂരനായിട്ടുള്ള കൊലയാളി എന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്നറിയാമോ? ഇവൻ കൊന്ന ഒരു കുട്ടിയുണ്ട്, 13-12 കുഞ്ഞു കുട്ടിയാ. ഈ കുട്ടിക്ക് ചലനശേഷി അതല്ലെങ്കിൽ ശ്വസിക്കാൻ പോലും മെഷീൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് കഴുത്തു നിന്ന് അങ്ങോട്ടൊരു മെഷീൻ, കുഴല് പോലത്തെ ഒരു മെഷീൻ ഫിറ്റ് ചെയ്താണ്. ഈ മെഷീൻ ഈ കുട്ടിയെ പുറത്ത് കൊണ്ടുപോകുക, ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരിക എന്നതാണ് ഇവന്റെ പ്രധാന ജോലി. അവനൊരു ഡ്രൈവറാണ്, ഹൗസ് ഡ്രൈവറാണ്. അങ്ങനെ ഈ കുട്ടിയെയും കൊണ്ട് പുറത്തു പോകുന്ന സമയത്ത് ഈ കുട്ടിയുടെ കഴുത്തിലെ ട്യൂബ് മാറ്റി ഈ കുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊന്നു എന്നതാണ് ഇവനെതിരെയുള്ള കേസ്. അതെങ്ങനെ സംഭവിച്ചതെന്ന് പിന്നെ മാധ്യമങ്ങൾ എങ്ങനെയാണ് ഇവിടെ ഇവനെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി, ഇവൻ മാലാഖ കുഞ്ഞാണല്ലോ, വെള്ളരിപ്രാവാണല്ലോ, അപ്പൊ ഇവനെ രക്ഷിക്കാൻ വേണ്ടി 34 കോടി പിരിക്കുന്നതിന് മുൻപ് ഈ റഹീമിനെതിരെയുള്ള കഥകൾ എങ്ങനെ ഇവിടെ മാധ്യമങ്ങൾ പൊലിപ്പിച്ച് എഴുതിയെന്നറിയാമോ?
അതാണ് വലിയ രസം. അതായത് ഈ കുട്ടിയെയും കൊണ്ട് ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വേഗത കൂട്ട്, സ്പീഡ് കൂട്ട് കാറിന് എന്നും പറഞ്ഞുകൊണ്ട് പിറകിൽ നിന്നും ഈ ഡ്രൈവറായിട്ടുള്ള ഈ ചെങ്ങായിയെ തുപ്പി എന്ന് പറയുന്നു, അടിച്ചു എന്നൊക്കെ പറയുന്നു. നോക്കൂ, ഒന്ന് മനസ്സിലാക്കുക, ഈ കുട്ടിക്ക് ശബ്ദമുണ്ടാക്കാനോ ശ്വസിക്കാനോ പോലും ട്യൂബിലൂടെ മാത്രമേ കഴിയുകയുള്ളൂ. ഈ ട്യൂബിലൂടെ ഈ കുട്ടിക്ക് ഒരിക്കലും ഇവനെ തുപ്പാനാവില്ല, അടിക്കാനും ആവില്ല എന്നിരിക്കെ ഈ കുട്ടിയെ എന്തോ ഒരു ദേഷ്യത്തിന്റെ പേരിലോ അതല്ലെങ്കിൽ എന്തോ ഒരു പകയുടെ പേരിലോ ഈ കുട്ടിയുടെ കഴുത്തിലൂടെ ഫിറ്റ് ചെയ്തുള്ള ട്യൂബ് ഉണ്ടല്ലോ, ആ ട്യൂബ് ഇവൻ വലിച്ചു മാറ്റുന്നു. ഒരു ചെറിയൊരു തട്ടലിനൊന്നും പോകുന്ന ട്യൂബ് അല്ല അത്. കാരണം അത് ഫിറ്റ് ചെയ്യുന്ന നഴ്സുമാർക്കൊക്കെ കൃത്യമായിട്ടും അറിയാം, അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആശുപത്രികളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും. ഇത് ബലമായിട്ട് വലിച്ചാൽ മാത്രമേ ഇത് വേറിടുകയുള്ളത്രേ. അങ്ങനെ വേറെടുത്തി ഈ കുട്ടിയെ കൊന്നതിന് ശേഷം ഈ കൊടും ക്രിമിനൽ എന്ത് ചെയ്തെന്നറിയാമോ? ചത്തു എന്ന്, ഈ കുട്ടി മരിച്ചു എന്ന് മനസ്സിലായപ്പോൾ ഇവന്റെ ഒരു സുഹൃത്തിനെ വിളിച്ചു വരുത്തി. എന്നിട്ട് ആ പാവത്തെയും ഈ ക്രിമിനൽ ഈ കേസിലേക്ക് വലിച്ചഴച്ച് എന്നിട്ട് ഇവന്മാർ രണ്ടുപേരും എന്താ ചെയ്തെന്നറിയാമോ? നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ട്. ഈ കുട്ടി മരിക്കുന്നതിന് മുൻപ് എത്രയോ വിലപ്പെട്ട സമയമുണ്ടായിരുന്നു, അതൊക്കെ നഷ്ടപ്പെടുത്തി കുട്ടി മരിച്ചു എന്ന് അതിനുശേഷം നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇവന്മാരൊരു കള്ള സ്റ്റോറി ഇറക്കി. ആ സ്റ്റോറി എങ്ങനെ പറഞ്ഞെന്നറിയാമോ? ഈ കുട്ടിയെ അടക്കം ഏതോ കള്ളന്മാർ ഇവരെ തട്ടിക്കൊണ്ടുപോയി, അതായത് തട്ടിക്കൊണ്ടുപോയിട്ട് വിലപേശാൻ വേണ്ടി കൊണ്ടുപോയെന്ന രീതിയിൽ പുതിയൊരു കഥയുണ്ടാക്കി. അങ്ങനെ തട്ടിക്കൊണ്ടുപോയ അവരുടെ കയ്യിൽ നിന്ന് ഈ കുട്ടിയുടെ ട്യൂബ് അവിടുന്ന് വലിച്ചു നഷ്ടപ്പെട്ട് ഈ കുട്ടി കൊല്ലപ്പെട്ടു എന്ന് സ്റ്റോറി ഉണ്ടാക്കി. പക്ഷേ മദ്രസ പൊട്ടനായതുകൊണ്ട് ഇവന് ചിന്താശേഷി ഇല്ലല്ലോ, ഇവൻ ആ മതം മാത്രമല്ലേ പഠിച്ചുള്ളൂ, മനുഷ്യനുള്ള ബുദ്ധി ഇല്ലല്ലോ. അത്തരത്തിൽ ഈ മദ്രസ പൊട്ടൻ പറഞ്ഞത് യാഥാർത്ഥ്യമാണോ എന്ന് പോലീസ് അപ്പോൾ തന്നെ CCTV പരിശോധിച്ച് വ്യക്തമാക്കി. അതൊരിക്കലും സത്യമായിരുന്നില്ല, ഇവൻ നേരിട്ട് ചെയ്ത ക്രിമിനൽ ആക്ടിവിറ്റീസ് ആയിരുന്നു എന്ന് തെളിവ് സഹിതം പിടിക്കപ്പെടുന്നു. അവസാനം ഈ വിളിച്ചു വരുത്തിയിട്ടുള്ള പാവത്തെയും കൂടെ കൃത്യമായിട്ട് ഈ കേസിൽ കക്ഷിയാക്കി പ്രതിയാക്കപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല, എത്ര അരമണിക്കൂർ മുൻപെങ്കിലും ഈ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ ഈ കുട്ടി രക്ഷപ്പെടുമായിരുന്നു എന്ന് മെഡിക്കൽ റിപ്പോർട്ട് വരുന്നു. അപ്പോൾ ഇവൻ കൃത്യമായിട്ടും കൊല്ലാൻ വേണ്ടി ചെയ്തതാണ് ഈ കുഞ്ഞിനെ, ഈ കുരുന്നിനെ എന്നത് ആലോചിക്കുമ്പോഴാണ് കൊടും ക്രൂരനായിട്ടുള്ള അബ്ദുൾ റഹീം എന്ന് പറയുന്ന, അബ്ദുൾ ഉണ്ടല്ലോ അല്ലെ, പിന്നെയോ റഹീമും ആണല്ലോ അല്ലെ. എത്രയോ ക്രിസ്ത്യനും ഹിന്ദുക്കളുമായിട്ടുള്ള എത്രയോ ആളുകൾ, സൗദി അടക്കമുള്ള എത്രയോ യമൻ അടക്കമുള്ള രാജ്യങ്ങളിൽ ഇതേപോലെ വധശിക്ഷ വിധിച്ച് കിടക്കുന്നുണ്ട്, മരണം കാത്ത് കിടക്കുന്നുണ്ട്, കൊലക്കുറ്റത്തിലും മോഷണക്കുറ്റത്തിലും ഒട്ടേറെ കുറ്റത്തിന് വേണ്ടിയിട്ട് അവിടെ കിടക്കുന്നുണ്ട്. എന്തേ അവരെ ഒന്നും രക്ഷിക്കാൻ ഇവിടുത്തെ ഞമ്മന്റെ ചകോദരങ്ങൾ ഇറങ്ങാത്തത്? ഞമ്മന്റെ ചകോദരങ്ങൾ ഇറങ്ങണമെങ്കിൽ ആ പേരിന്റെ കൂട്ടിൽ മമ്മദോ ജബ്ബാറോ ബസീറോ ഇതുപോലെ റഹീമോ അബ്ദുളോ ഒക്കെ വേണമെന്നേ. അല്ലാതെ ഒരു ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ഏത് രീതിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടാലും ഇവന്മാരൊന്നും തിരിഞ്ഞു നോക്കില്ല എന്നുള്ളത് എത്രയോ ഹൈന്ദവ ക്രൈസ്തവ നാമധാരികളായിട്ടുള്ള ആളുകൾ ഇന്നും വധശിക്ഷയ്ക്ക് യമനിലൊക്കെ കിടക്കുന്നുണ്ട്. അതിൽ നിമിഷയോ അങ്ങനെ എന്തോ പേരുള്ള ഒരുപാട് ക്രിസ്ത്യൻ യുവതിയൊക്കെ കിടക്കുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ നമ്മൾക്കറിയാം. എന്തായാലും ഇവരുടെ വിഷയത്തിലൊന്നും ഇടപെടാതെ ഈ കൊടും ഭീകരനെ രക്ഷിച്ചെടുക്കുന്നതിലൂടെ ഇവർ ലക്ഷ്യമിട്ടത് എന്ത് എന്ന് ചോദിക്കുമ്പോൾ അവിടെയാണ് കള്ളപ്പണം, ഇതുപോലെ ക്രൗഡ് ഫണ്ടിങ് 34 കോടി ആവശ്യപ്പെട്ട് ലോകത്താകമാനം വലിയ രീതിയിൽ പിരിവ് നടത്തുക. ആ പണം അവിടെ എത്തുമ്പോൾ ആ എത്തുന്ന പണം ഇവന് വേണ്ടത് ചിലപ്പോൾ 34 അല്ലെങ്കിൽ 60 ആയിക്കോട്ടെ, അതിന് മേലെ ആയിരക്കണക്കിന് കോടി അവിടെ വരുത്തുക. ആ കോടി എന്ത് ചെയ്യുക? ആ കോടിയാണ് ഞമ്മന് ഹലാലായിട്ടുള്ള ഉമ്മറത്തും പിന്നാമ്പറത്തും തിരികാനുള്ള സ്വർണമായിട്ടും മയക്കുമരുന്നായിട്ടും ഭാരതത്തിലേക്ക് കടത്തിക്കൊണ്ടുവരിക. അതിവിടെ വിറ്റഴിച്ചു കഴിഞ്ഞാൽ എന്തായി മാറി? ഇവിടത്തെ ഈ പറയുന്ന കാഫിറുകളായിട്ടുള്ള ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും തീർക്കാൻ വേണ്ടി, ഈ ഭാരതം നശിപ്പിക്കാൻ വേണ്ടി ഇസ്ലാമിക ഭീകരന്മാർക്ക് ഫണ്ട് കണ്ടെത്തുക. ഇത് തന്നെയാണ് ഇവന്മാരുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഇതറിയുന്ന, അന്നം കഴിക്കുന്ന, കൃത്യമായിട്ടും ഈ രാജ്യത്തിന്റെ നീക്കുപോക്കുകൾ ശ്രദ്ധിക്കുന്ന ഏതൊരാൾക്കും, ഒരു ദേശീയതയിൽ വിശ്വസിക്കുന്ന, ആ ദേശീയത എന്നും ഇവിടെ പുലരണം, എന്റെ രാജ്യത്തിന് ഒരിക്കലും നാശം സംഭവിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ചിന്തിച്ചാൽ മനസ്സിലാക്കാനാവും. അതുകൊണ്ട് തന്നെയാണ് ഈ കൊടും ക്രിമിനൽ ഇവൻ തൂക്കിലേറ്റപ്പെടേണ്ടവനല്ല, കല്ലെറിഞ്ഞിട്ടോ അതല്ലെങ്കിൽ ഏറ്റവും ക്രൂരതയോട് കൂടിയിട്ട് എങ്ങനെയാണോ വധശിക്ഷയ്ക്ക് വിധിക്കേണ്ടത് ആ രീതിയിൽ തന്നെ ഞമ്മന്റെ ശരിയാ നിയമത്തിൽ ഇവനെ വധിക്കേണ്ടതാണ്. ഈ ഉമ്മയോട് പോലും കാട്ടിക്കൂട്ടിയിട്ടുള്ള ഈ കൊടും ഭീകരന്റെ ആ സ്വഭാവമുണ്ടല്ലോ, അതിനെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി പച്ച നുണകളുമായി പടച്ചിറക്കുന്ന ഇസ്ലാമിക ഭീകര മാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും ഈ ഇസ്ലാമിക ഭീകരന്മാരുടെ മുക്കാലുണ്ടല്ലോ തുമ്പില്ലാത്തത്, അത് നുണഞ്ഞു ജീവിക്കുന്ന കുറെ ഹിന്ദു ക്രിസ്ത്യൻ നാമധാരികളായിട്ടുള്ള ചാനലുകാരുമുണ്ട്. ഇവന്മാരൊക്കെ കാശുണ്ടാക്കാൻ വേണ്ടി ഇസ്ലാമിക ഭീകരന്മാരുടെ വ്യൂസ് കിട്ടാനും സബ്സ്ക്രൈബേഴ്സ് ആവാനും റീച്ച് കിട്ടാനും വേണ്ടി ഇത്തരത്തിൽ ഈ കൊടും ക്രൂരനെയൊക്കെ വെളുപ്പിച്ചെടുത്തുകൊണ്ട് വീഡിയോകൾ ചെയ്തു വരുമ്പോൾ നമ്മൾക്കിത് പച്ചയ്ക്ക് ഇതേ രീതിയിൽ തന്നെ പറയേണ്ടതുണ്ട്. അത് ഉച്ചത്തിൽ പറയുക തന്നെ ചെയ്യും. കാരണം
ഇവിടെ ഇസ്ലാമിക ഭീകരതയുടെ ആ ഒരു മൂർധന്യതയിൽ നിൽക്കുന്ന സമയം തന്നെയാണ് നമ്മുടെ നാട്. എന്താ വഖഫ് എന്ന് പറയുന്ന കൊടും ഭീകരത. നോക്കൂ, കഴിഞ്ഞ മണിക്കൂറിൽ ഏഷ്യാനെറ്റിൽ നിന്നൊരു വാർത്ത പുറത്തു വന്നു. ഏഷ്യാനെറ്റ് കൊടുത്തൊരു വലിയ പോസ്റ്റർ ടൈപ്പിലുള്ള വാർത്തയാണ്. നമ്മൾ കാണാറുണ്ടല്ലോ ഫേസ്ബുക്ക് പേജിലും അവരുടെ യൂട്യൂബ് ചാനലൊക്കെ പോസ്റ്റർ ടൈപ്പ് ഡിസൈൻ ചെയ്യുന്നത്. അതിൽ വന്നിരിക്കുന്ന ഒരു വാർത്ത എങ്ങനെയെന്ന് അറിയാമോ? 37 കുടുംബങ്ങൾക്ക് വഖഫ് ഭൂമി തിരിച്ചു പിടിക്കാൻ നോട്ടീസ് കൊടുത്തു. ആലോചിച്ച് നോക്കണം, വഖഫ് ഭൂമി തിരിച്ചു പിടിക്കാൻ നോട്ടീസ് കൊടുത്തു. അതായത് വഖഫ് എന്ന് പറയുന്ന വഖഫ് ബോർഡ് എന്ന കൊടും ഭീകരന്മാർ അവരുടെ ഭൂമി തിരിച്ചു പിടിക്കാൻ നോട്ടീസ് കൊടുത്തു. അപ്പോൾ ആരാ അവിടെ കുറ്റക്കാര്? വഖഫ് അല്ലെന്നേ. ഈ വഖഫിന്റെ ഭൂമി തട്ടിയെടുത്ത ഇവിടുത്തെ ഹിന്ദുവും ക്രിസ്ത്യാനിയാ. നോക്കൂ, നമ്മൾ ഈ പറയുന്ന 1 സെന്റിനും അതല്ലെങ്കിൽ 1/4 സെന്റ് ആയിക്കോട്ടെ, 1 സെന്റ് ആയിക്കോട്ടെ, 2 സെന്റ് ആയിക്കോട്ടെ, 3 സെന്റ് ആയിക്കോട്ടെ, ഓരോ സെന്റിനും ലക്ഷങ്ങൾ കൊടുത്തുകൊണ്ട് നമ്മൾ വാങ്ങിയ ഭൂമി, ആ ഭൂമിയിൽ നമ്മൾ സ്വപ്ന കൂടാരം പോലെ ഒരു കുഞ്ഞു വീട് കെട്ടിപ്പൊക്കുന്നു. എന്നിട്ട് ഇവന്മാർ പറയുകയാണ് നിങ്ങളുടെ ഭൂമി ഞമ്മന്റെ വഖഫ് ചെയ്ത ഭൂമിയാണെന്നും പറഞ്ഞ് രംഗത്ത് വന്ന് ഈ ചാവക്കാട് ഏരിയയിലുള്ള 37 കുടുംബങ്ങളുടെ ഭൂമി തട്ടിയെടുക്കാൻ നോക്കുന്ന വഖഫ് കൊടും ഭീകരതയ്ക്കെതിരെ വാർത്ത കൊടുത്ത ഏഷ്യാനെറ്റ് അതിനെ ലഘൂകരിച്ച് ഇസ്ലാമിക ഭീകരന്മാരെ സുഖിപ്പിക്കാൻ വേണ്ടി അവരുടെ മുക്കാല് നുണയാൻ വേണ്ടി കൊടുത്ത വാർത്ത, വഖഫ് ഭൂമി തിരിച്ചു പിടിക്കാൻ 37 വീട്ടുകാർക്ക് നോട്ടീസ് നൽകി എന്ന് പറയുമ്പോൾ ആരാണ് ഇത് ചോദ്യം ചെയ്യേണ്ടത്? ഇവിടെ ഇസ്ലാമിക ജിഹാദികളുടെ വോട്ടായാലും വേണ്ടില്ല, ഇസ്ലാമിക ജിഹാദികളുടെ പണമായാലും വേണ്ടില്ല, ഇനി ഇസ്ലാമിക ജിഹാദികളുടെ ഇത്തരത്തിലുള്ള ചാനലുകാർക്ക് കിട്ടുന്ന വ്യൂസ് ആയാലും സബ്സ്ക്രൈബേഴ്സ് ആയാലും വേണ്ടില്ല. ഏതൊക്കെ രീതിയിൽ ഇസ്ലാമിക ജിഹാദികളെ സുഖിപ്പിച്ചുകൊണ്ട് അവനിൽ നിന്ന് കിട്ടുന്ന ആ ഒരു നക്കാപ്പിച്ച ഉണ്ടല്ലോ, ആ നക്കാപ്പിച്ച നക്കി തിന്നുകൊണ്ട് നമ്മുടെ ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കുക, ഈ രാജ്യത്തെ ഹിന്ദുവിനെയും ക്രിസ്ത്യനെയും ഇത്രയ്ക്കും ദ്രോഹിക്കുക എന്ന് പറയുമ്പോൾ അതിന് കൂട്ടുനിൽക്കുന്നത് നമ്മുടെ MLA-മാരായാലും ഇത്തരത്തിലുള്ള ചാനലുകാരായാലും അത് പച്ചയ്ക്ക് ഉച്ചത്തിൽ പറയുക തന്നെ വേണം. അബ്ദുൾ റഹീം എന്ന് പറയുന്ന വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി ഇവിടുത്തെ മാധ്യമങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ കൊടും ക്രിമിനൽ ഉണ്ടല്ലോ, ഒരു കുരുന്ന് ബാലന്റെ ശ്വാസം നിലയ്ക്കാൻ വേണ്ടി ആ കുഞ്ഞ് പൈപ്പിട്ടത് അത് വലിച്ചു പറച്ചുകൊണ്ട് ആ പാവത്തെ കൊന്ന ആ കൊടും ക്രൂരനെ വെള്ളരിപ്രാവാക്കി മാറ്റിക്കൊണ്ട് ഇവിടെ 34 കോടിയായാലും വേണ്ടില്ല, എത്ര കോടി കൊടുത്തിട്ടായാലും വേണ്ടില്ല, ഞങ്ങൾ രക്ഷിച്ചെടുക്കുമെന്ന് പറഞ്ഞ് ഇവിടെ രംഗത്ത് വരുമ്പോൾ അതിന് പിറകിലെ കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം വെളുപ്പിച്ച് ഇവിടേക്ക് ഉമ്മറത്തും പിന്നാമ്പുറത്തും കുത്തിത്തിരികി കൊണ്ടുവരുന്ന ഗോൾഡ് ആയാലും ഈ മയക്കുമരുന്നായാലും ഇതിനു വേണ്ടി ഇവിടേക്ക് കടത്തിക്കൊണ്ടുവന്ന് ഇവിടെ ജിഹാദിന് വേണ്ടി ഇസ്ലാമിക ഭീകരതയ്ക്ക് വേണ്ടി ഫണ്ട് കണ്ടെത്തുമ്പോൾ അതിലേക്ക് കാശ് കൊടുത്ത ഇവിടത്തെ അയ്യപ്പനും ഈ പറയുന്ന ജേക്കബും ഒക്കെ ആരായി എന്നത് ചിന്തിക്കേണ്ടതുണ്ട്. നോക്കൂ, ഇവര് പൈസ പിരിച്ചുകൊണ്ടിരുന്ന സമയത്ത് രസമുണ്ടായിരുന്നു. എന്റെ പല സംഘ BJP സുഹൃത്തുക്കളൊക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുക, വലിയ കാര്യമായിട്ട് ഇടുക, ഞാനും കൊടുത്തു എന്നാൽ കഴിയുന്നത് എന്നൊക്കെ പറഞ്ഞ് 501 രൂപ, 1001 രൂപ അല്ലെങ്കിൽ 2000 രൂപയുടെ ഒക്കെ സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്തിട്ട് ആർക്കാ കൊടുക്കുന്നത്? ഈ അബ്ദുൾ റഹീം എന്ന് പറയുന്ന കൊടും ക്രിമിനലിന് വേണ്ടിയിട്ട്. അത്തരത്തിൽ സംഘ BJP ആശയം പേറുന്ന ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അടക്കം പണം കൊടുക്കണമെന്നുണ്ടെങ്കിൽ എത്രത്തോളമാണ് ഇവരുടെ PR വർക്ക് ഇവരുടെയൊക്കെ ഹൃദയത്തിലേക്ക് കടന്നു ചെന്നത് എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നമ്മളെ കുറ്റം പറയുന്ന നമ്മുടെ വർഗീയവാദിയൊക്കെ ഇഷ്ടം പോലെ കമന്റുകൾ ഇനി ഇതിന്റെ അടിയിൽ വരുമായിരിക്കാം. ഈ വീഡിയോ വെച്ചുകൊണ്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ കാത്തിരിക്കുന്ന ഒരുപാട് ഹിന്ദു സ്ത്രീകളൊക്കെ ഉണ്ട്. വായ തുറന്നു കഴിഞ്ഞാൽ കക്കൂസ് കുഴിയെ പോലെ തോന്നുന്ന ചില സ്ത്രീകളൊക്കെ ഉണ്ട്. അവരൊക്കെ പൊട്ടും തൊട്ട് ചുണ്ടിൽ നിറയെ ആ ഒരു ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടുകൊണ്ട് ഇസ്ലാമിക ഭീകരന്മാരെ കൊതിപ്പിക്കുന്ന രീതിയിൽ മേക്കപ്പ് ഒക്കെ ഇട്ട് പുട്ടിയൊക്കെ ഇട്ട് രംഗത്ത് വന്നുകൊണ്ട് എന്റെ വീഡിയോ കട്ട് ചെയ്തെടുക്കുന്ന നിങ്ങളൊക്കെ ചെയ്തോണ്ടെന്നേ, നമ്മുടെ ഇതുകൊണ്ട് ജീവിച്ചു പോകുന്നവരല്ലേ, നമ്മുടെ വീഡിയോ കട്ട് ചെയ്ത് റിയാക്ട് ചെയ്ത് ജീവിച്ചു പോകുന്ന സാധനങ്ങളല്ലേ, നിങ്ങൾ ചെയ്തോ, നമ്മൾക്ക് അതിൽ അഭിമാനമുള്ളൂ. നിങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് നമ്മുടെ വീഡിയോ കട്ട് ചെയ്തിട്ട് ചെയ്യുന്ന ആളുകൾ നിങ്ങൾ ചെയ്തോന്നേ, നോ പ്രോബ്ലം. എന്തായാലും ഒരു കാലത്ത് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളായാലും ഈ പറയുന്ന ഞാനായാലും ക്രിസ്ത്യൻസ് ആയാലും ഏതൊരു ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും അവരുടെ മുൻപിൽ നീയൊക്കെ വെറും കാഫിർ എന്ന പദത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ്. എങ്ങനെയാണ് ഇവന്മാർ ഈ പ്രാവുകളെ സൃഷ്ടിക്കുക എന്നറിയാമോ? അതിന് ഏറ്റവും ഇപ്പൊ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ നിലമ്പൂർ സ്വദേശിയാണ്, മലപ്പുറത്ത് നിലമ്പൂർ സ്വദേശിയാണ് എന്നുള്ളത്. ഈ 1921 എന്ന് പറയുന്ന ഇസ്ലാമിക ലോകം കണ്ട ഇസ്ലാമിക കൊടും ഭീകരത അത് നടമാടിയ നാട് നിലമ്പൂർ എന്ന് പറയുന്ന ഈ നാട്ടിൽ കൃത്യമായിട്ടും അതിന്റെ ചരിത്രം അറിയുന്ന യാഥാർത്ഥ്യങ്ങൾ അറിയുന്ന ഒരു സ്വാഭിമാനി ഹിന്ദു ആയതുകൊണ്ട് തന്നെ എനിക്ക് കൃത്യമായിട്ട് ഇവരെ സ്വഭാവം അറിയാൻ പറ്റും. ഈ പറയുന്ന വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറയുന്ന വെറും ഒരു കള്ളനും കൊലപാതകിയും വർഗീയവാദിയും ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൂട്ടക്കുരുതി നടത്തിയ അവൻ എങ്ങനെയാണ് ഇവിടുത്തെ മുസ്ലിങ്ങളുടെ നേതാവായി മാറിയത്? അത്തരത്തിൽ തന്നെയാണ് ഇവന്മാർ. ഈ അബ്ദുൾ റഹീം ആയാലും ഏതൊരു കൊടും ക്രിമിനൽ ആയാലും നോക്കൂ, 13,000-ത്തിലധികം വരുന്ന ഹിന്ദുക്കളെയാണ് ജീവനോടെ വെട്ടിക്കൂട്ടി ഈ തൂർ കിണറുകളിലൊക്കെ മൂടിയത് എന്ന് പറയുമ്പോൾ ഈ കൊടും
ക്രിമിനലിനെ നായകനാക്കി അതേടാ വാരിയും കുന്നൻ ഊരിയ വാളുകൾ ഇന്നും ഞങ്ങൾ അറബിക്കടലിൽ ഒഴുക്കിയിട്ടില്ല, ഞങ്ങൾ ഇതാ വരുന്നു, നിന്റെയൊക്കെ കാലന്മാരായിട്ട് വരുന്നു എന്ന് ഈ വാരിയും കുന്നനെ നായകനാക്കിക്കൊണ്ട് സിനിമ എടുക്കാൻ വേണ്ടി മുതിരുക. ഈ വാരിയും കുന്നനാണ് ഞങ്ങളുടെ ഹീറോ എന്ന് പറഞ്ഞുകൊണ്ട് മലപ്പുറത്ത് ഇതിനകം തന്നെ ഞാനടക്കമുള്ള എന്നെ കാണുന്ന ക്രിസ്ത്യൻ സഹോദരങ്ങൾ അടക്കമുള്ള ആളുകൾ അടയ്ക്കുന്ന നികുതി കാശ് എടുത്തുകൊണ്ട് അവിടെ എന്ത് വരിക? ഈ 13,000-ലധികം വരുന്ന ഹിന്ദുക്കളെ വംശഹത്യ നടത്താൻ വേണ്ടി കൊന്നുകൂട്ടിയ അതിലേറെ ആളുകളെ മതം മാറ്റിക്കൊണ്ട് മലപ്പുറം എന്ന് പറയുന്ന മലബാർ എന്ന് പറയുന്ന ഏരിയയിൽ മുസ്ലിം ഭൂരിപക്ഷമാക്കാൻ വേണ്ടി ഹിന്ദുക്കളെ കൂട്ടത്തോടെ മതം മാറ്റിയ ആ കൊടും ഭീകരനുണ്ടല്ലോ, അവന് വേണ്ടി ഇവിടെ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ഇവിടുത്തെ വലിയ ഒരു എന്താണ് അതിന്റെ കമ്മ്യൂണിറ്റി ഹാൾ, മലപ്പുറത്ത് എത്തുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും, മലപ്പുറത്ത് നിന്ന് മഞ്ചേരിയിലേക്ക് ബസ് കാത്തു നിൽക്കുന്ന ബസ് സ്റ്റോപ്പ് ഉണ്ട്, അതിന്റെ പിറകിലായിട്ട് ഏകദേശം അതിനോട് ചേർന്ന് അവിടെ കാണാൻ പറ്റും കമ്മ്യൂണിറ്റി ഹാൾ. ജില്ലാ പഞ്ചായത്ത്, മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ വക കമ്മ്യൂണിറ്റി ഹാൾ. ഇവിടുത്തെ ഹിന്ദുവും ക്രിസ്ത്യാനിയും അടച്ച നികുതി കാശ് എടുത്തുകൊണ്ട് ഇനി ഇതാ മലപ്പുറത്ത് തന്നെ നിലമ്പൂരിൽ നിന്ന് ഏകദേശം 10-20 കിലോമീറ്റർ അപ്പുറം ചോക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് 50 സെന്റ് ഭൂമി അക്വയർ ചെയ്തുകൊണ്ട് അവിടെ രണ്ടാമതും ഇവനൊരു സ്മാരകം വരുന്നു. അപ്പോൾ എത്രത്തോളമാണ് നിങ്ങളൊക്കെ അടക്കുന്ന നികുതി കാശ് എടുത്തുകൊണ്ട് ഞങ്ങളിതാ നിന്നെയൊക്കെ കൊന്നൊടുക്കിയ വാരിയും കുന്നന്റെ സ്മാരകം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് രംഗത്ത് വരുമ്പോൾ അതിനെതിരെ നിശബ്ദത പാലിക്കുന്ന ഹിന്ദുവും ക്രിസ്ത്യാനിയും എന്നായാലും നീ വില കൊടുക്കേണ്ടി വരുമെന്നുള്ളത് ഉറക്കെ പറയേണ്ടതുണ്ട്. അതുകൊണ്ട് എന്നെ വർഗീയവാദിയാക്കാം, ഇതിനെതിരെ ശബ്ദിക്കുന്ന സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾക്കെതിരെ കേസെടുക്കാം, എന്തും ഇവിടെ സംഭവിക്കും. കാരണം എന്തെന്നറിയാമോ? ഇവിടെ ഇസ്ലാമിക വോട്ട് ബാങ്ക് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ആ വോട്ട് ബാങ്ക് സംവിധാനത്തിലേക്ക് ഹിന്ദുവും ക്രിസ്ത്യാനിയും ഇന്നും എത്തിയിട്ടില്ല. ഞമ്മൻ വളരെ മതേതരനാണ്, ഞമ്മൾക്ക് ജാതിയില്ല, മതമില്ല, ഞമ്മളിലില്ല മുസ്ലിം രക്തം, ഞമ്മളില്ല ക്രിസ്ത്യൻ രക്തം, ഞമ്മളിലില്ല ഹിന്ദു രക്തം എന്ന് പറഞ്ഞ് ഇടതുപക്ഷവും കോൺഗ്രസ്സുകാരും ഓതിത്തരുന്ന അടിമ മനോഭാവത്തോടുകൂടി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇവിടുത്തെ ഹിന്ദുവും ക്രിസ്ത്യാനിയും വിഭജിക്കപ്പെട്ടിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും SDP അടക്കമുള്ള പാർട്ടിക്കാർ ഇവനെ വിഭജിച്ചെടുത്ത് വെറും വോട്ട് കുത്താനുള്ള കഴുതകളാക്കിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ട് ഇവനൊക്കെ ഭരിച്ച് തീർക്കുമ്പോൾ ഇതുപോലെയുള്ള ഈ പറയുന്ന റഹീമുമാരും ഈ പറയുന്ന വാരിയും കുന്നന്മാരും ഒക്കെ ഇവിടെ നായകന്മാരായി വരും. അതായത് നിന്നെയൊക്കെ വെട്ടിക്കൂട്ടിയാൻ ഏതൊരു കൊടും ക്രിമിനൽ ആണെങ്കിലും ക്രൂരനാണെങ്കിലും അവൻ മുസ്ലിം ആണോ അവനെ വലിയ വെള്ളരിപ്രാവായി വളർത്തിക്കൊണ്ടുവരും. എന്നിട്ടോ അവനെയൊക്കെ രക്ഷിച്ചെടുക്കാനും അവനൊക്കെ വലിയ വലിയ സൗകര്യങ്ങൾ നിർമ്മിച്ചു കൊടുക്കാനും ഞമ്മന്റെ ലുലു മുതലാളിയൊക്കെ പ്രഖ്യാപിച്ചത് എന്താ? ഈ പറയുന്ന ഈ സുഡാപ്പി ഭീകരനുണ്ടല്ലോ അബ്ദുൾ റഹീം, അവനൊരു വീട് വെച്ചു കൊടുക്കുന്നു. ഏതെങ്കിലും ഹിന്ദു ആയിരുന്നു അതല്ലെങ്കിൽ ഏതെങ്കിലും ക്രിസ്ത്യൻ ആയിരുന്നു ഈ പറയുന്ന അന്യദേശത്ത് എന്തെങ്കിലും കുറ്റത്തിന് വേണ്ടി വധശിക്ഷയ്ക്കോ മറ്റേതെങ്കിലും കുറ്റത്തിന് വേണ്ടി ശിക്ഷ അനുഭവിക്കുന്നതെങ്കിൽ അവർക്ക് വീട് വെച്ചു കൊടുക്കാൻ പോയിട്ട് അവർക്ക് ഒരു നേരത്തെ കഞ്ഞി വാങ്ങിക്കൊടുക്കാൻ പോലും ഇല്ലാത്ത ആ ഒരു കരുണയില്ലാത്ത ആളുകളാണ് കോടിക്കണക്കിന് രൂപ ഇവിടെ നിന്ന് പിരിച്ചു കൊടുത്ത് തങ്ങളെ കൊല്ലാൻ വേണ്ടി ഇവിടേക്ക് ഈ പറയുന്ന സ്വർണത്തിന്റെയും അതല്ലെങ്കിൽ ഈ ഗുദത്തിലും അതല്ലെങ്കിൽ ഉമ്മറാമ്പും പിന്നാമ്പുറമൊക്കെ സ്വർണം കടത്തി ഇവിടേക്ക് കൊണ്ടുവരിക. എന്നിട്ടോ മാത്രമാണോ വലിയ രീതിയിലുള്ള സിന്തറ്റിക് മയക്കുമരുന്നുകൾ എത്തിക്കുക, അതൊക്കെ വിറ്റ് കിട്ടുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ ഇസ്ലാമിക ജിഹാദിസം ഈ രാജ്യത്തെ അട്ടിമറികൾ നടത്താൻ വേണ്ടി ഭീകരന്മാർക്ക് കൂട്ടിക്കൊടുക്കാൻ വേണ്ടി ഇത്തരത്തിൽ 1 രൂപ കൊടുത്ത ഓരോ ആളുകളും രാജ്യദ്രോഹികൾ എന്ന ആ പട്ടത്തിന് താഴെ തന്നെയാണ് വരിക. അതുകൊണ്ട് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള വലിയ PR വർക്കിലൂടെ പ്രചാരണം നടത്തിക്കൊണ്ട് കോടിക്കണക്കിന് രൂപ പിരിക്കാൻ വേണ്ടി ഇതുപോലെ കുഞ്ഞു മക്കളെ കൊന്നൊടുക്കിയ അബ്ദുൾ റഹീമുമാർക്ക് വേണ്ടി ഇവിടെ ആരെങ്കിലും രംഗത്ത് വന്നു കഴിഞ്ഞാൽ ഇനിയും ഹൈന്ദവ ഇനിയും ക്രൈസ്തവ 1 രൂപ പോലും കൊടുത്തു പോരുത്. അതിനെതിരെ രംഗത്ത് വരേണ്ടത് നിന്റെ കർത്തവ്യമാണ്. കാരണം നിനക്ക് രാജ്യമാണ് വലുത്. ഈ രാഷ്ട്രമില്ലെങ്കിൽ ഈ രാജ്യമില്ലെങ്കിൽ നിനക്ക് ഓടിപ്പോവാൻ മറ്റൊരു സ്ഥലമില്ല എന്നുള്ളത് നീ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അബ്ദുൾ റഹീമുമാരെയൊക്കെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി മാധ്യമങ്ങൾ രംഗത്ത് വരുമ്പോൾ അതിനെതിരെ ശക്തമായ ഭാഷയിൽ തന്നെ നമ്മൾ പറയുമ്പോൾ നമ്മളെ നിങ്ങൾക്ക് വർഗീയവാദിയോ കോമരമോ എന്തുമാക്കാം, അത് നിന്റെയൊക്കെ സംസ്കാരത്തിനനുസരിച്ച് നീ ആക്കുക. കാരണം നിനക്കൊക്കെ ഇന്നും പാകിസ്ഥാനിലെ ബാപ്പമാരാണല്ലോ നിന്റെയൊക്കെ ബാപ്പമാർ. നിന്റെയൊക്കെ വീട്ടിലിരിക്കുന്ന ബാപ്പമാർ പുറത്തോട്ട് പോകുന്ന സാഹചര്യത്തിൽ വല്ല മല്ലാക്കന്മാരും കയറി ഉണ്ടാക്കി അങ്ങനെ വിളയാടി ഉണ്ടായതാണ്, പാകിസ്ഥാനികൾക്ക് ഉണ്ടായതാണ് നീ എന്നൊക്കെ ഇന്നും നീ തെളിയിക്കുന്ന രീതിയിൽ തന്നെ ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനെതിരെ പ്രതിഷേധം തീർക്കേണ്ടത് എന്റെ കടമയാണ്. അതുകൊണ്ട് തന്നെ അതിന് പിന്തുണയേകുന്ന എല്ലാവരിലേക്കും മാക്സിമം വീഡിയോ എത്തിക്കുക. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.